സത്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ജീവിതത്തോട് വലിയൊരു ഒരു എന്താ പറയുക, നമ്മൾ അനുഭവിച്ചത്, മാറണമെന്ന് പ്രതീക്ഷിച്ചത്, നമ്മൾ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കാലത്ത് അത് മാറ്റാൻ കഴിയുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ, അതാണ് ഏറ്റവും കൂടുതൽ ആഹ്ലാദം ഉണ്ടാകുന്ന ഒരു സംഭവം. എനിക്കൊന്ന് മന്ത്രിസഭയിൽ തന്നെ അല്ലേ ഏറ്റവും അധികം അതിനകത്ത് വളരെ വ്യക്തിപരമായി കൂടി. അതെ അതെ അത് അപ്പോൾ എല്ലാവരും പട്ടിണി കിടക്കാത്തൊരു സമൂഹം ഉണ്ടാകുമെന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് ആശയം. എല്ലാവരും സമത്വത്തോടും സഹോദരത്തോടും കൂടി ജീവിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാകുക, അതാണ് കമ്മ്യൂണിസത്തിൻ്റെ മഹത്തായ ആശയം. അപ്പം അത് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. എല്ലാവരും വിദ്യാഭ്യാസം കിട്ടി, എല്ലാവരും പട്ടിണിയിൽ നിന്ന് മാറി, എല്ലാവരും പിന്നെ പ്രാഥമികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും അവർ നിറവേറ്റുക. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതം മെച്ചപ്പെടുത്തേണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഞാൻ ആലത്തൂരിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും, ഈ ലോക്സഭാ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്താണ്, അവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അവരുമായി ആശയവിനിമയം നടത്തുമ്പോഴത്തെ ഒരു അനുഭവം, ഇപ്പോഴത്തെ ഒരു നിയമസഭാ മണ്ഡലം ചേലക്കര സമം കെ രാധാകൃഷ്ണൻ എന്ന നിലയിലാണ് ഞങ്ങളൊക്കെ മലയാളികൾക്ക് ആകെ അറിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വിപുലമായ പരിധിയിലേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ ഈ സഞ്ചാരത്തെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ച് ഒരു കാര്യം, അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ MLA ആയി, മന്ത്രിയായി, സ്പീക്കറായി, പക്ഷേ ഒക്കെ നിയമസഭയിലൊക്കെ ആയിരുന്നു. ലോക്സഭയിലൊക്കെ ആദ്യമായിട്ടാണല്ലോ മത്സരിക്കുന്നത്, അതിൻ്റെയും കൂടെ ഒരു അനുഭവം. അപ്പോൾ ഇവിടെ 7 അസംബ്ലി മണ്ഡലങ്ങളാണ്: ചിറ്റൂർ, അതുപോലെ തന്നെ നെന്മാറ, ആലത്തൂർ, പിന്നെ തരൂർ, ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം. 7 മണ്ഡലവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിപുലമായിട്ടുള്ള ഏരിയയാണ്. തമിഴ്നാടിൻ്റെ ബോർഡറിൽ നിന്ന് അത്രയും വരും. 3-4 പഞ്ചായത്ത് പൂർണ്ണമായിട്ടും തമിഴ് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ വ്യത്യസ്ത കൾച്ചറാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് കുറേ കൂടെ ഈ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത വലിയ വ്യവസായ നഗരങ്ങളല്ല. അപ്പോൾ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു 80% ആളുകൾ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. ആ മേഖലയുടെ അഭിവൃദ്ധിയാണ് ഈ പ്രദേശത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ ഒരു കാർഷിക മേഖലയിൽ ഇടപെടുന്നതിന് വേണ്ടി കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഒരു സംസ്കരണ കേന്ദ്രം, ഒരു വിപുലമായിട്ടുള്ള 10-28 കോടി രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കണം. അതിപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കാർഷിക രംഗത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് യഥാസമയത്ത് കളക്ട് ചെയ്യാനും അത് സംസ്കരിക്കാനും അത് ആവശ്യാനുസരണം വിതരണം ചെയ്യാനും, അതുപോലെ തന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ധാരാളം തൊഴിലും വരുമാനവും ആർജിക്കാൻ വേണ്ടി അതിപ്പോൾ കുറേ അധികം ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ആളുകൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ അടിസ്ഥാന സൗകര്യം നമ്മൾ വരുമ്പോൾ കണ്ടില്ലേ, റോഡൊക്കെ നല്ല മികച്ച റോഡുകളൊക്കെ ആയി മാറിക്കഴിഞ്ഞു. ആ റോഡുകളുടെ കാര്യത്തിൽ നേരത്തെയൊക്കെ ഒരു ബസ് ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചങ്ങോട്ട് പോകണമെങ്കിൽ ബസ്സുകൾ പുറകോട്ട് എടുക്കണമായിരുന്നു. അതാണ് ചേലക്കരയിലത്തെ പല റോഡുകളിലും അതിനുണ്ട്. സംസ്ഥാന പാത ഏറ്റവും മികച്ച നിലയിൽ കാണാനിടയായി ഇങ്ങോട്ട് വരുന്ന വഴി. അത് പ്ലാഴി വാഴക്കോട്, അത് ഏകദേശം 23 കിലോമീറ്ററാണ്. അത് 105 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം. ഞാൻ വേറൊരു കാര്യം കൂടി കണ്ടു. 1956 സ്ഥാപിതമായതാണ് ചേലക്കരയിലെ ആശുപത്രി, സർക്കാർ ആശുപത്രി അല്ലേ. അതിൻ്റെ മുമ്പിൽ ഒരു പുതിയ കെട്ടിടം ഇപ്പോൾ പടുത്തുയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് ഇങ്ങോട്ടും വന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ആ ബിൽഡിംഗ് എല്ലാം ഇപ്പോൾ സജ്ജമായി വന്നു. അപ്പോൾ 56-ലെ ആ കെട്ടിടമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കാലത്തിനനുസരിച്ച് ചേലക്കരയിൽ നിലനിർത്തണോ വേണ്ടെന്നുള്ള സംശയമുണ്ട്. അതിൻ്റെ പുറകിൽ നമ്മളിപ്പോൾ ഒരു 29 സെൻറ്റ് സ്ഥലവും കൂടി അക്വിസിഷൻ നടത്തും. അത് വിലക്കെടുക്കാൻ ഞാൻ 1 കോടി രൂപ എൻ്റെ പ്രാദേശിക വികസന ഫണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 1 കോടി രൂപ കൊണ്ട് ആ സ്ഥലമൊക്കെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലം കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ 5 കോടി രൂപയും കൂടി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ നല്ലൊരു കെട്ടിടം ഉണ്ടാകാം. അതായത് തന്നെയല്ല ഡയാലിസിസ് യൂണിറ്റിൻ്റെ പ്രവർത്തനം എല്ലാം ആരംഭിച്ചു. അത് എത്രയും പെട്ടെന്ന് എല്ലാ മെഷീനറിയും വന്നു. അപ്പോൾ ഇതൊക്കെ പറയുന്നത്, ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ചേലക്കരയ്ക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചേലക്കരയ്ക്ക് മാത്രം ചെയ്താൽ പോരാ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടുന്ന ഒരു വിപുലമായ മണ്ഡലത്തിലേക്ക് അല്ല, മറ്റ് മണ്ഡലങ്ങളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വടക്കാഞ്ചേരി മേൽപ്പാലം എന്നുള്ളത് ഒരു നൂറ്റാണ്ട് കാലത്തോളം ആളുകൾ ആഗ്രഹമായിരുന്നു. ആ മേൽപ്പാലത്തിന് ലാൻഡ് അക്വിസിഷൻ നടത്തിയത് ഞാൻ 96-ൽ മന്ത്രിയായ സമയത്താണ്. വടക്കാഞ്ചേരി മേൽപ്പാലം എന്ന് കാണുന്ന മേൽപ്പാലം ഞങ്ങളതിലേ വന്നത്. അത് ലാൻഡ് അക്വിസിഷൻ നടത്തി അതിൻ്റെ അപ്രോച്ച് റോഡ് ഉണ്ടാക്കി. അതിന് ശേഷമാണ് പിന്നീട് AC മൊയ്തീൻ MLA ആയി വന്നതിന് ശേഷമാണ് പാലം പൂർത്തീകരിച്ചത്.